അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി മേഴ്സി എന്നൊരു സിനിമ കാണാൻ ചെന്നു. ഞാൻ ഈ ബേബി ഗേളും അതുപോലെ തന്നെ മാജിക് മഷ്റൂംസ് എന്ന പടം അവോയ്ഡ് ചെയ്തു. എനിക്ക് കാണണ്ടെന്ന് തോന്നി. നല്ല പടമായിക്കോട്ടെ, എനിക്കറിയില്ല എങ്ങനെയാണ് ആ പടത്തിൻ്റെ അവസ്ഥ എന്ന്. മേഴ്സി എന്ന സിനിമ കാണാനായിരുന്നു ഒരാഗ്രഹം. അങ്ങനെ പടം കണ്ടു. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആളുടെ പേരെന്താ, തിമൂർ ബെക്മെംബെറ്റോ. ഞാൻ പുള്ളിക്കാരൻ 90s ടൈം തൊട്ട് ഫിലിം എടുക്കുന്നത്. ഞാൻ വേറെ മൂവീസ് ഇയാളെ കണ്ടിട്ടില്ല. ബെൻഹർ എന്ന് പറഞ്ഞൊരു പടം പുള്ളിക്കാരനെ ഞാൻ കേട്ടിട്ടുണ്ട്. പോപ്പുലർ ആയിട്ടൊരു ഫിലിമാണ് ബെൻഹർ. എൻ്റെ 5th ഇൻസ്റ്റാൾമെൻറ്റ് ഏതൊരു പടം ഇയാളുടെ അടുത്താണ്. ഞാൻ എങ്ങനെ പോയാലും ഇങ്ങേരുടെ വേറെ പടങ്ങൾ കണ്ടിട്ടില്ല. ബട്ട് ഡയറക്ടറിൻ്റെ പേര് പറഞ്ഞാണ് നിങ്ങൾ ഈ മൂവീസ് ഇങ്ങേരുടെ വേറെ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ പടമാണ് കാണുന്നത് ഇന്നലെ. തിമൂർ ബെക്മെംബെറ്റോ. അഭിനയിച്ചിരിക്കുന്നത് ക്രിസ് പ്രാറ്റ്, അതുപോലെ തന്നെ റെബേക്ക ഫെർഗ്യൂസൺ. ക്രിസ് പ്രാറ്റ് നമ്മുടെ ഇതിലുണ്ട്, ജുറാസിക് വേൾഡ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കത് ഓർമ്മയുണ്ട്, ജുറാസിക് വേൾഡ് സീരീസിൽ. ഇല്ല, റെബേക്ക ഫെർഗ്യൂസൺ ഞാൻ ഈ പടത്തിൽ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരീനെ മിഷൻ ഇമ്പോസിബിൾ, ഫോൾ ഔട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 5-ലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് കാസ്റ്റേ ഉള്ളൂ പടത്തിൽ. ഒരു 7-8 പേരെ ആക്ച്വലി ഉള്ളൂ. അതിൽ 4 പേരാണ് മെയിനായിട്ടുള്ളത്. കുറച്ച് കാസ്റ്റ് ഉള്ളൂ പടത്തിൻ്റെ തീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു AI കോർട്ട് വരും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കോടതി, സാധാരണ കോർട്ടല്ലാണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈം റേറ്റ് കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ മർഡറേഴ്സിനൊക്കെ പിടിച്ച് ഒരു ചെയറിലിരുത്തി ഒരു 90 മിനിറ്റ്സ് ടൈം കൊടുക്കും. അപ്പോൾ അവർ കൊല ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ 90 മിനിറ്റ്സിൽ പ്രൂവ് ചെയ്യിക്കണം. പ്രൂവ് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡെറ്റ്. അങ്ങനെ പടത്തിൻ്റെ ട്രെയിലർ അങ്ങനെയാണ്. ട്രെയിലർ തന്നെ ഏകദേശം മൊത്തം ഉണ്ട്, പടം കാണിക്കുന്നുണ്ട്. എനിക്ക് പൊതുവെ ട്രെയിലേഴ്സ് കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ചില പടങ്ങൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ പടം മൊത്തം ഉണ്ടാവും അവിടെ. അതുകൊണ്ട് പൊതുവെ ചില പടങ്ങളിൽ ട്രെയിലർ കാണൽ കുറവാണ്. ജനറലി നോക്കിയാൽ കാണൽ കുറവാണ്. ചിലത് കാണണം തോന്നുവാണെങ്കിൽ കാണും. ഈ പടത്തിൻ്റെ ട്രെയിലറിൽ ഈ പടം പറയുന്ന അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നായകൻ്റെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറാണ്. പുള്ളിക്കാരൻ്റെ വൈഫ് മരിക്കുന്നു, പുള്ളിക്കാരനാണ് കുറ്റവാളി എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു വിചാരണ സമയം പോകുന്നു. അയാൾ 90 മിനിറ്റ്സിനുള്ളിൽ പ്രൂവ് ചെയ്യിക്കണം അയാളുടെ വൈഫിനെ കൊന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യിക്കണം. അപ്പോൾ അതാണ് പടം. ഇപ്പോൾ ട്രെയിലറിൽ എന്താ കണ്ടേ അത് തന്നെയാണ് സിനിമ. 1 മണിക്കൂർ 43 മിനിറ്റ് ഉണ്ട്. ബട്ട് അയാൾ തെളിയിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ അവതരിപ്പിക്കും ഉള്ളതിലാണ് കാര്യം. അത് എൻഗേജിങ് ആയിരുന്നു സിനിമ. ഒരു കാര്യം പറയാം, ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. പടം കൂടുതലും ഡയലോഗ്സ് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. ഇയാളും ആ കോടതി എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ, ജഡ്ജി ആയിട്ടുള്ള കോൺവെർസേഷനിലൂടെ ഇയാൾ കേസ് തെളിയിക്കണം. അപ്പോൾ അവിടെ ഇരുന്നേ തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേ ഡിജിറ്റൽ സഹായങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ പടം പോകുന്നത്. 1.25 മണിക്കൂറുണ്ട് റൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. ചെറിയ പടം, പക്ഷേ എൻഗേജിങ് ആയിരുന്നു. എനിക്കിഷ്ടമായി പടം. വേർത്തായിരുന്നു, കണ്ടിരിക്കാം. ഒരു ഡീസൻറ്റ് പടം. അവസാനം ഒരു ചെറിയ ട്വിസ്റ്റൊക്കെ ഉണ്ട്. ആനക്കാട്ട ട്വിസ്റ്റൊന്നുമല്ല, ചെറിയൊരു ട്വിസ്റ്റ്. അങ്ങനെയാണ് പടം തീരുന്നത്. ബട്ട് പറയാം, എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല പടം. ആ ഒരു പേസിലാണ് പടം പോകുന്നത്. അപ്പോൾ എങ്ങനെ ആൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുക, അതാണ് ഈ പറയുന്നൊരു 95% പടം പോകുന്നത്. അങ്ങനെയാണ് സിനിമ. അപ്പോൾ സിനിമ ഞാൻ ഐമാക്സിലാണ് കണ്ടത്. കൊച്ചി ഐമാക്സിൽ പോയി കണ്ടു. ആക്ച്വലി ഞാൻ ഐമാക്സിൽ പോയി കാണാനുള്ള കാരണം, അടുത്തെങ്ങും വേറെ ഫിലിംഡ് ഫോർ ഐമാക്സ് പടങ്ങളില്ല. ഐമാക്സ് ക്യാമറ യൂസ് ചെയ്ത് ചിത്രീകരിച്ച പടങ്ങൾ റീസെൻ്റ്ലി ഇറങ്ങാനില്ല. ജനുവരി ഈ മാസം ഈ പടം മാത്രമേ ഉള്ളൂ. മേഴ്സി എന്ന ഈ മൂവി മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ഐമാക്സിൻ്റെ ഞാൻ ഒഫീഷ്യൽ വിക്കിപീഡിയ നോക്കിയ ലിസ്റ്റ് കിട്ടും. ഇനിയുള്ള പടങ്ങളുള്ളത് മാർച്ച് മാസമാണ്. പ്രൊജക്ട് ഹെയിൽ മേരി എന്ന് പറഞ്ഞ പടമുണ്ട്, റയൻ ഗോസ്ലിംഗ് അഭിനയിക്കുന്ന. അതുപോലെ നമ്മുടെ ഈ പടം ബ്രൈഡ് എന്ന് പറഞ്ഞ പടമുണ്ട്, ക്രിസ്ത്യൻ ബെയിലാണ് അഭിനയിക്കുന്നത്. 2 പടങ്ങൾ മാർച്ച് മാസമാണ്. അപ്പോൾ ഫെബ്രുവരി മാസമൊക്കെ ഗ്യാപ്പാണ്. ജനുവരിയോളാകെ ഈ പടം ഫിലിംഡ് ഫോർ ഐമാക്സ്. എക്സ്പീരിയൻസിന് ഐമാക്സ് പടങ്ങൾ ഫെബ്രുവരി ഉണ്ട്. അത് ആക്ച്വലി ഐമാക്സ് ക്യാമറ യൂസ് ചെയ്തെടുത്ത പടങ്ങളല്ല. നോർമൽ ക്യാമറ യൂസ് ചെയ്തിട്ട് ഒഫീഷ്യലി ഐമാക്സിൽ ഇറങ്ങുന്നുള്ളൂ. എക്സ്പീരിയൻസിന് ഐമാക്സ് പടങ്ങൾ ഫെബ്രുവരി മാസമുണ്ട്. ബട്ട് ഫിലിംഡ് ഫോർ ഐമാക്സ് നോക്കുവാണെങ്കിൽ അടുത്ത് വേറൊരു പടങ്ങൾ ഇനി ഇറങ്ങാനില്ല. അതുകൊണ്ട് ഞാൻ മേഴ്സി ഐമാക്സിൽ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മേക്കേഴ്സ്, ഞാൻ ട്രെയിലറിൽ ഇവിടെ ഇതിൻ്റെ ട്രെയിലറിലാണെന്നാണ് തോന്നുന്നത്, നമ്മുടെ ഓപ്പൺ ഹൈമറിൻ്റെയും ഡാർക്ക് നൈറ്റിൻ്റെയൊക്കെ മേക്കേഴ്സാണ് ഈ പടം ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ട്രെയിലറിലാണ് കണ്ടേന്ന് തോന്നുന്നു.
എന്തായാലും മെയിൻ റീസൺ വേറെ ഐമാക്സ് പടങ്ങളില്ല റീസെൻ്റ്ലി. അപ്പോൾ ഈ പടം പോയി ഐമാക്സിൽ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് ടിക്കറ്റ് റേറ്റ് ഇത്രയും 300 വന്നുള്ളൂ, വലിയ ടിക്കറ്റ് റേറ്റ് ഇല്ല. ഇപ്പോൾ ഈ പടം ഇപ്പോൾ കൊച്ചിയിലെ കേസ് പറഞ്ഞാൽ കൊച്ചിയിൽ മൾട്ടിപ്ലക്സുകളിൽ ഇറങ്ങിയിട്ടുള്ളൂ, നോർമൽ സ്ക്രീനുകളിലില്ല. അപ്പോൾ മൾട്ടിപ്ലക്സ് എന്ന് പറയുമ്പോൾ അറൗണ്ട് 200-220 റേറ്റ് ഉണ്ട് നോർമൽ സ്ക്രീനിൽ. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 300 കൊടുത്ത് ഐമാക്സിൽ കാണുന്നതാണ് ശരിക്കും നല്ലത്. കാരണം ലിറ്ററലി നോക്കിയാൽ 220 റുപ്പീസ് വില കുറവാണ്, 300 വെച്ച് നോക്കുമ്പോൾ വില കുറവാണ് നോർമൽ സ്ക്രീനിൽ കാണാം. ബട്ട് ആക്ച്വലി ഫിലിംഡ് ഫോർ ഐമാക്സ് ആണ്. അതുകൊണ്ട് ഐമാക്സ് റേഷ്യോയിൽ അത് പ്രോപ്പർലി ഇത് കാണേണ്ടത് ഐമാക്സ് സ്ക്രീനിലാണ്. വലിയ ടിക്കറ്റ് റേറ്റ് ഇല്ല, ഒരു 70-80 രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ. അതിൽ ഐമാക്സിൽ കാണുന്ന മുതലെടുക്കാം. അല്ലാതെ നോർമൽ സ്ക്രീനിൽ കണ്ട എനിക്ക് തോന്നുന്നു നഷ്ടം വരാം. കാരണം ഇത് ഐമാക്സ് ക്യാമറ എടുത്ത് ചിത്രീകരിച്ച കൊണ്ട് ആ ഒരു സീക്വൻസ് പ്രോപ്പർലി കിട്ടണമെങ്കിൽ ഐമാക്സ് സ്ക്രീനിൽ പോയാലേ കിട്ടുള്ളൂ. അപ്പോൾ സ്വിച്ചിങ് ആസ്പെക്ട് റേഷ്യോ സ്വിച്ച് ചെയ്യുന്ന പടമാണ്. ഇടയ്ക്ക് സ്കോപ്പ് ആവും, ഇടയ്ക്ക് ഫുൾ റേഷ്യോയിലെ പടം സ്വിച്ച് ചെയ്യും. ഇൻട്രസ്റ്റെല്ലാർ എങ്ങനെയാണ് ആസ്പെക്ട് റേഷ്യോ സ്വിച്ച് ചെയ്യുന്ന പടമാണ്. ഇൻട്രസ്റ്റെല്ലാർ ഐമാക്സിൽ കണ്ടപ്പോൾ അങ്ങനെയായിരുന്നു അവസ്ഥ. അപ്പോൾ മേലിലും താഴെയും ബ്ലാക്ക് ബാർസ് വരും സ്കോപ്പ് റേഷ്യോയിലെ പടം പോകുമ്പോൾ. പിന്നീട് റേഷ്യോ സ്വിച്ച് ചെയ്തിട്ട് ഫ്ലാറ്റ് ആവും. ബട്ട് ആക്ച്വലി ശരിക്കും പടം എൻഗേജിങ് ആയതുകൊണ്ട് ഞാനിത് സ്കോപ്പ് ആവുമെന്ന് അറിഞ്ഞേയില്ല. മേലിലും താഴെയും ബ്ലാക്ക് ബാർസ് സ്കോപ്പായി ഞാൻ അറിഞ്ഞേയില്ല. പിന്നെ ഫ്ലാറ്റ് ആവും, സ്വിച്ച് ചെയ്തിട്ടാണ് പടം പോകുന്നത്. എനിക്ക് തോന്നുന്നു മെജോറിറ്റിയും ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലാണ് പടം പോകുന്നത് തന്നെ. കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ സ്കോപ്പിൽ. പക്ഷേ സ്കോപ്പായത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. പടം എനിക്ക് എൻഗേജിങ് ആയിരുന്നു. പിന്നെ 300-ന് ഇത് സെറ്റാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ 220 കൊടുത്തിട്ട് നോർമൽ സ്ക്രീനിൽ കാണുന്നോ 300 കൊടുത്ത് ഐമാക്സിൽ കാണുമെന്ന് വെച്ചാൽ 300 കൊടുത്ത് ഐമാക്സിൽ കാണുന്നതാണല്ല ലാഭം എന്ന് പറയാൻ പറ്റില്ല. ബട്ട് മാക്സിമം ഇത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാമല്ലോ. കാരണം പൊതുവേ 500 അറൗണ്ട് 500 ഇടും ഇവന്മാർ. സിനിപോളിസ്, കൊച്ചി, ഐമാക്സ് ഒക്കെ ഒരു പടം ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഷോനൊക്കെ 500 ഇടാറ്. ഇത് ഇവർ ആൾക്കാരില്ലാത്തതുകൊണ്ടാവാം 300 എനിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ കണ്ടു. ഒരു പ്രീമിയം ഫോർമാറ്റ് 300 കിട്ടുമ്പോൾ അതും ഒരു നോർമൽ സ്ക്രീനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ 70-80 രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. അങ്ങനെ കണ്ടതാണ്. എന്തായാലും ഐമാക്സ് എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു പടത്തിൻ്റെ. കാരണം പടം ആൻഡ് ഓൾസോ 3Dയിലായിട്ട് ഇറങ്ങുന്നത്. ഒരു കാര്യം പറയാൻ മറന്നു, 3Dയിൽ ഇറങ്ങുന്ന കൺവേർട്ടഡ് 3D ആണ്. 2Dയിൽ എടുത്ത ഫിലിമാണ്, കൺവേർഷനാണ്. ബട്ട് ഡെപ്ത്ത് കിടില്ല, 3Dയുടെ ഡെപ്ത്ത് കിടില്ല, എനിക്കിഷ്ടമായി. 2Dയിലല്ല, 2D വേർഷൻ ഇല്ലെന്ന് തോന്നുന്നു പടത്തിന്, 3Dയിലാണ് ഇറക്കുന്നത്. കൊച്ചിയിലെ നോക്കിയാൽ നോർമൽ സ്ക്രീനെല്ലാം 3D തന്നെയാണ്, 2Dയിൽ ഇല്ല ഫിലിം. ഐമാക്സിൽ ഡെപ്ത്ത് കിടിലനായിരുന്നു. എന്തായാലും വേർത്തായിരുന്നു പടം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയായിരുന്നു മേഴ്സി എന്ന പടം. ഇനി അടുത്ത ഐമാക്സിൽ ഞാൻ പോകുന്നു തോന്നുന്നില്ല. ഞാൻ ഇനി മാർച്ച് മാസം ആഗ്രഹമുണ്ട് ബ്രൈഡ് കാണണമെന്നും പ്രൊജക്റ്റ് ഹെയിൽ മേരി കാണണമെന്നും ആഗ്രഹമുണ്ട്. അത് മാർച്ച് മാസമാണ്, ടൈമുണ്ട് വരാൻ. ഇതായിരുന്നു എനിക്ക് മേഴ്സി എന്ന പടം. ഫസ്റ്റ് ഡേ നൈറ്റ് ഷോ ആയിരുന്നു. ഫസ്റ്റ് ഷോ ഇന്നലെയാണ് പടം ഇറങ്ങിയത് ഒഫീഷ്യലി. രാവിലത്തെ ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല പടത്തിന്. നൈറ്റ് 8:40 ഷോ ആണ് കാണാൻ കയറിയത്. ആൻഡ് കുറച്ച് ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് കുറച്ച് ഐമാക്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട് ഐമാക്സിൽ ഫസ്റ്റ് പടം പ്ലേ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, പടം നിന്ന് പോകലോ അങ്ങനെ നിന്ന് പോകാനുണ്ടായില്ല. ബട്ട് ഇന്നലത്തെ രാത്രിയായിരുന്നു ഇന്നലത്തെ പടത്തിൻ്റെ ആദ്യത്തെ ഷോ. പടം തുടങ്ങാൻ വൈകി, അതിന് മുമ്പത്തെ പടം തീർന്ന് ക്ലീനൊക്കെ ചെയ്ത് വന്നപ്പോൾ വൈകിയതാണ്. ബട്ട് ആക്ച്വലി ഇവർക്ക് ഇതിൻ്റെ പടം തീരാന്നുള്ളൊരു 15 മിനിറ്റ്സിലാണ് ഇൻ്റർവെൽ വരുന്നത്. ഞാൻ ആലോചിച്ചു പടത്തിന് ഇൻ്റർവെൽ ഇല്ലേ, കാരണം 1.25 മണിക്കൂറുള്ള പടം ഒരു മണിക്കൂറായിട്ട് ഇൻ്റർവെൽ ആയില്ല, ഇങ്ങനെ പോയി പടം തീരാനുള്ളൊരു 15 മിനിറ്റിലാണ് പടം പോസായി. ഇൻ്റർവെല്ലാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഷോ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ്. പൊതുവേ ഐമാക്സിൻ്റെ ഫസ്റ്റ് ഷോയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും, അങ്ങനെ വന്നതാണ്. അപ്പോൾ അവസാനത്തെ ഒരു 15 മിനിറ്റ്സ് പടം ഒരു മൂഡ് കയറി നിൽക്കുന്ന ഒരു പേസിലാണ് ഇൻ്റർവെൽ വെച്ചത്. പിന്നെ ആ ഒരു ഇത് കട്ടായി, കണക്ഷൻ അത് കട്ടായി. പിന്നീട് ഇൻ്റർവെൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പടം പ്ലേ ചെയ്തു. പിന്നെ ഒരു 15 മിനിറ്റുള്ള പടം തീരാൻ. അവിടെ അത് ഓക്കെ, അവർ വന്ന് ക്ഷമയൊക്കെ പറഞ്ഞു. സിനിപോളിസിലെ മാനേജർ വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഫസ്റ്റ് ഷോ ആയതുകൊണ്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്, അങ്ങനെയാണെന്ന്. പടമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ ഒരു ഡീസൻറ്റ് പടമാണ്. ഞാൻ ആക്ച്വലി ഇത്രയും ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചതാണ് റിവ്യൂ. ഇപ്പോൾ 9.5 മിനിറ്റായി. ഇങ്ങനെ സംസാരിച്ചിങ്ങനെ പോകും. സിനിമ എന്തായാലും വേർത്താണ്. ഞാൻ മറ്റേ 2 പടങ്ങളും ക്യാൻസൽ ചെയ്തിട്ട് ബേബികളൊക്കെ ഞാൻ വിചാരിച്ച് OTT കാണാം, ക്യാൻസൽ ചെയ്തിട്ട് ആ മണി ഇതിലിട്ട് നോക്കി. ഐമാക്സിൽ ഞാൻ 300 കൊടുത്തതിൽ നഷ്ടമില്ല. കാരണം നോർമൽ സ്ക്രീൻ പോലും 220 ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ 300 കൊടുത്ത ഐമാക്സ് ഒരു 70-80 രൂപയുടെ ഡിഫറൻസിൽ കണ്ടത് ഓക്കെ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
ഒരു നല്ല സിനിമ. ബട്ട് ഇപ്പോഴും പറയാം, എല്ലാവർക്കും പറ്റുന്നൊരു കപ്പ് ഓഫ് ടീ പടമല്ല. ബട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഡെപ്തൊക്കെ രസമായിരുന്നു പടത്തിൻ്റെ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇതായിരുന്നു മേഴ്സി എന്ന സിനിമ.